വിലാപങ്ങൾ 3:31, 32, 33 വാക്യങ്ങളിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ചു വ്യസനിപ്പിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മനോവ്യസനത്തിലിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, എന്റെ ദൈവവും എന്നെ കൈവിട്ടു എന്ന് ചിന്തിച്ച് നിങ്ങൾ അതിദുഃഖത്തോടെ ആയിരിക്കുന്നവരെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോടും പറയുന്നു, മനസ്സോടെയല്ല കർത്താവ് നിങ്ങളെ ദുഃഖിപ്പിച്ചു വ്യസനിപ്പിക്കുന്നത്. കർത്താവ് എന്നേക്കും നിങ്ങളെ തള്ളിക്കളകയില്ല. ഇന്ന് നിങ്ങളെ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് നിങ്ങളോട് കരുണ തോന്നും. അതിനാൽ ആ ദിവസത്തിനായി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരിക്കുക. എബ്രായർ 12:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോടും ചെയ്യുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും എന്ന് എഴുതിയിരിക്കുന്നതിനാൽ, പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാം. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.